ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. അപ്പോൾ ഇതിൽ തലതിരിഞ്ഞ് എനിക്ക് കാണുന്ന ഡ്രൈവർ പുസ്തകം, ഞാൻ സെൽഫി വീഡിയോ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ വരാൻ പോകുന്ന മെയിൻ പരീക്ഷകളായ ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ ഡ്രൈവർ വേക്കൻസി വരാൻ പോകുന്ന ഒരു ടെസ്റ്റാണ് കമ്പനി ബോർഡ് ഡ്രൈവർ വിത്ത് OA. പിന്നെ LDV വിത്ത് OA, HDV വിത്ത് OA വേരിയസ്. ഈ രണ്ട് പരീക്ഷകൾക്കും നമുക്ക് നോർമലി കുറച്ച് വേക്കൻസി കുറവാണല്ലേ, പക്ഷെ എന്നാലും നല്ല ഉന്നത റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, പിന്നെ പ്രധാനപ്പെട്ട ഒരെണ്ണമുണ്ട് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ. ഈ പരീക്ഷ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇതിനു മുമ്പ് ജയിൽ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് പണ്ട് വന്ന 2021 വന്ന സിലബസ് പ്രകാരം ഉള്ള റാങ്ക് ഫയലുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഡ്രൈവർ റാങ്ക് ഫയലുകൾ അങ്ങനെ പൊതുവേ ആരും അങ്ങനെ ഇറക്കാറില്ല. കാരണം ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം പേരും നോർമൽ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. കുറച്ച് പേര് മാത്രമാണ് ഡ്രൈവറായിട്ടുള്ള ആൾക്കാർ ഇതിലോട്ട് കടന്നു വരുന്നത്, അല്ലേ? അവർ മാത്രമാണ് ഈ തസ്തിക ആഗ്രഹിക്കുന്നവർ, അല്ലേ? അപ്പോൾ ഇത് പ്രൈം PSC ഇറക്കിയ പുസ്തകമാണ്. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മേൽ വർക്കൗട്ട് ചെയ്ത ഒരു പുസ്തകമാണ്. ഓക്കെ, എനിക്കിതിൽ പ്രത്യേക ഒരു ഇതുണ്ട്. കാര്യം ഞാൻ പോയി പഠിച്ച സ്ഥാപനമൊക്കെയാണ്, നമ്മളൊരു ഗുരുകുല സ്ഥാപനം എന്ന് തന്നെ പറയാം. ഒട്ടനവധി പേര് ജോലിയിൽ കയറിയ, ഞാൻ ഈയിടയ്ക്ക് തന്നെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ അഖിലേട്ടൻ ഡ്രൈവറിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് എന്താണ് ആ ലിസ്റ്റിൽ വന്നിട്ടും ഭാഗ്യവശാൽ ലിസ്റ്റിൽ വന്നിട്ടും നിർഭാഗ്യവശാൽ അദ്ദേഹം അതിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെടുകയുണ്ടായി. നല്ല മാർക്കുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് പോയി. പക്ഷേ പുള്ളി ഇപ്പോൾ നിലവിൽ സ്റ്റെനോഗ്രാഫറായിട്ട് ഡ്രഗ് കൺട്രോൾ ബ്യൂറോയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. 300 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇതിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടും. ഇത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 3 സെക്ഷനാണ്. ഒന്ന് ഡ്രൈവർ റാങ്ക് ഫയലിൻ്റെ നമ്മളെ ടോപ്പിക്ക് ബേസ് ആയിട്ടുള്ള സെക്ഷൻ. 2 മുൻവർഷ ചോദ്യ പേപ്പറുകൾ, അതായത് PYQ എക്സ്പ്ലനേഷൻ. നമ്മുടെ PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണ്? PYQ എക്സ്പ്ലനേഷൻ തന്നെയാണ്. 2013 തൊട്ട് 24 വരെയുള്ള 11-12 വർഷ കാലയളവിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ഇനി മൂന്നാമത്തത് മാതൃകാ ചോദ്യ പേപ്പറുകളാണ്. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ്. ഇപ്പോൾ ഡ്രൈവർ പരീക്ഷയിൽ വന്നിട്ടുള്ള നേരിയ വ്യത്യാസം എന്ന് വെച്ചാൽ പോലീസ് ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ തുടങ്ങിയ +2 ലെവൽ തസ്തികകളിൽ കുറച്ച് ഡീപ്പ് സിലബസാണ്. അതും ഇതിൽ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ ഒരു റാങ്ക് ഫയൽ ഫോക്കസ് ചെയ്യുന്നത് PSC വേരിയസ് ഡ്രൈവറിനെയും അതേപോലെ വേരിയസ് HDV LDV ഡ്രൈവറിനെയും പിന്നെ ഇപ്പോൾ കമ്പനി ബോർഡ് OA വിത്ത് ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക ഉണ്ടല്ലോ, അതിനെയും കൂടെയാണ്. അപ്പോൾ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 300 രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. നിങ്ങൾ നമ്മളെ ഫസ്റ്റ് കമൻറ്റിലുള്ള ആ ഒരു അഡ്മിൻ, നമ്മുടെ ചാനലിൻ്റെ അഡ്മിനെ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് വാട്സപ്പ് ചെയ്താൽ മതി. അല്ല ടെലിഗ്രാം, രണ്ടും അവൈലബിൾ ആണ്. അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 വർക്കിംഗ് ഡേയ്സ്, വലിയ ദൂരമുള്ള ജില്ലകളാണെങ്കിൽ 4 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആ ഒരു റാങ്ക് ഫയൽ കിട്ടുന്നതാണ്. റാങ്ക് ഫയലിൻ്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പേജസ് ഉണ്ട്, അത്യാവശ്യം നല്ല പേജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡ്രൈവർ റാങ്ക് ഫയലിൽ ഉപയോഗപ്പെടും. കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഡ്രൈവറിൻ്റെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു ആപ്പ് ക്ലാസ് അല്ലെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ആപ്പ് ക്ലാസ് എടുത്താൽ പോലും 1000-ന് മേൽ തുക വരാം. അപ്പോൾ ഇത് 300 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഹാൻഡ് ബുക്കായിട്ട് യൂസ് ചെയ്യാം. ഒട്ടനവധി കാര്യങ്ങൾ ഉപയോഗപ്പെടാം. ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഇതിലിപ്പോൾ ഏകദേശം മൊത്തം ഉള്ളത് 334 പേജസോളമാണ്. അപ്പോൾ അതിൽ എൻജിൻ, വണ്ടിയുടെ കാര്യങ്ങളാണ്. എൻജിൻ, പിന്നെ കൂളിംഗ് സിസ്റ്റം, ഗിയർ, അങ്ങനെയുള്ള ക്ലച്ച്, ഫ്യൂൽ, അങ്ങനെയുള്ള ഒരുപാട് എൻജിൻ സൈഡിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിൻഡ് സ്ക്രീൻ വൈപ്പറിനെ കുറിച്ച് തന്നെ ഒരു നോട്ടുണ്ട്. സേഫ്റ്റി ബെൽറ്റിനെ കുറിച്ച് നോട്ടുണ്ട്. ഹെവി വെഹിക്കിൾസ്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, കണ്ടുപിടുത്തങ്ങൾ, മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ്, BH സീരീസ് രജിസ്ട്രേഷൻ, വേഗപരിധി, മോട്ടോർ വാഹന നിയമങ്ങൾ, ഫോമുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ് ഡ്രൈവറിൽ. ഇപ്പോൾ വരുന്ന പുതുക്കിയ ഒരു സിലബസ് പ്രകാരം ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ഫോമുകൾ. ഡ്രൈവിംഗ് ലൈസൻസ് റെഗുലേഷൻസ്, കാറ്റഗറി ടൈപ്പ്, അതായത് നമ്മളെ ഈ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ ആ ഒരു സിലബസിൽ വരുന്ന കാറ്റഗറി ടൈപ്സ്, അതൊരു ഏരിയയാണ്, പ്രധാനപ്പെട്ട ഏരിയയാണ്. ഈ ഒരു ഏരിയ വരുന്ന റാങ്ക് ഫയലൊന്നും വേറെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടില്ല. കാറ്റഗറി M ടൈപ്പ്, N ടൈപ്പ്, T ടൈപ്പ്,
അതൊക്കെ അതിൽ വരുന്നുണ്ട്. ഒരു 80ാമത്തെ പേജ് അടുപ്പിച്ചുള്ള പേജുകൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പോലീസ് ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, പിന്നെ ഫയർഫോഴ്സ് ഡ്രൈവർ നോക്കുന്നവർക്ക് ആ ഒരു പേജസ്, മെയിനായിട്ട് പോലീസ് ഡ്രൈവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയയാണ്. ഓക്കെ, CMV റൂൾസ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 80ാമത്തെ പേജിൽ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി, അങ്ങനെയുള്ള ലേണേഴ്സ് ചോദ്യങ്ങൾ, ഫിറ്റ്നസ്, ഹരിത നികുതി, പിന്നെ പദ്ധതികൾ ചോദിക്കാനുള്ള ഒരു GK പ്ലസ് ഡ്രൈവിംഗ് നോളജിൽ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. നാഷണൽ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ ഞാൻ എല്ലാം പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ പറയുന്നത്. ഹസാർഡ് ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയ ഡ്രൈവറിൽ നിന്ന്. പിന്നെ കേരളത്തിലെ RTOകൾ, ഇന്ത്യയിലെ ഓരോ ഡ്രൈവിംഗ് നമ്പർ പ്ലേറ്റിൻ്റെ കോഡുകൾ, കളർ കോഡുകൾ, മൈൽ കുറ്റികൾ, വിവിധ മീറ്ററുകൾ, പൂർണ്ണരൂപങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 114 പേജസോളം ഡ്രൈവിംഗ് പാർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഏരിയകളാണ്. പിന്നെ ട്രാഫിക് സിഗ്നലിനെ കുറിച്ച് അടുത്ത ഒരു സെക്ഷനുണ്ട്, 10-28 പേജോളം അത് വരുന്നുണ്ട്. മുൻവർഷ ചോദ്യോത്തരങ്ങൾ 100 പേജ്, ഒരു ബാക്കിയുള്ള ഭാഗം മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് റാങ്ക് ഫയൽ നിങ്ങൾക്ക് വാങ്ങാം, ഉടനടി നിങ്ങൾ വാങ്ങുക. ഓക്കെ, എന്തായാലും ഡ്രൈവറിന് ഇത്രയും പുതിയൊരു റാങ്ക് ഫയൽ വേറെ ഇറങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് വിശ്വസ്തമായ സ്ഥാപനം കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റ് നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് ഓർ ടെലിഗ്രാം, ഇത് മാത്രം. വിളിക്കണ്ട, വിളിച്ച് ഒരുപാട് കോൾ വരും, അതുകൊണ്ടാണ്. അതിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഈ പറയുന്ന വർക്കിംഗ് ഡേയ്സിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, ശരി. അപ്പം എല്ലാവരും ഡ്രൈവർ പരീക്ഷകൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ എഴുതുക. ഓക്കെ, താങ്ക് യു. ബൈ, വീണ്ടും കാണാം.